ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കറണ്ട് അഫയർ ടോപ്പിക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഈ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച പുരസ്കാരമാണ്. ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. നമ്മളിപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോവുക. ഏതൊരു പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് പഠിക്കാം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ഈ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകുന്നത് 2023 സെൻസർ ചെയ്തിട്ടുള്ള സിനിമകൾക്കാണ് ഈ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകുന്നത്. കേട്ടോ, ക്ലിയർ ആണേ? അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത ഏതാണ്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് 12th ഫെയിൽ ആണ്. കേട്ടോ, 12th ഫെയിൽ. സംവിധായകനാരാണ്? വിധു വിനോദ് ചോപ്രയാണ്. ഈ 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു ഹിന്ദി ചലച്ചിത്രമാണ്. ഈ 12th ഫെയിൽ നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണ്. കേട്ടോ, അതൊരു മോട്ടിവേഷൻ ടൈപ്പ് ഒരു സിനിമയാണ് 12th ഫെയിൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പഠിക്കുന്നവരൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് 12th ഫെയിൽ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ മികച്ച ചിത്രം ഏതാണ്? 12th ഫെയിൽ. സംവിധായകനാരാണ്? വിധു വിനോദ് ചോപ്ര. 12th ഫെയിലാണ് മികച്ച ചിത്രം. സംവിധായകൻ വിധു വിനോദ് ചോപ്ര. കേട്ടോ, ക്ലിയർ ആണ്? അടുത്തത് മികച്ച നടൻ. മികച്ച നടനായിട്ട് 2 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഷാറുഖ് ഖാനെയും അതുപോലെ തന്നെ വിക്രാന്ത് മാസിയുമാണ്. കേട്ടോ, ഈ വിക്രാന്ത് മാസിയാണ് 12th ഫെയിലെ നായകനായിട്ട് വരുന്നത്. കേട്ടോ, 12th ഫെയിലെ നായകനാണ് വിക്രാന്ത് മാസിയും. അതുപോലെ തന്നെ ജവാൻ സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ജവാൻ സിനിമയിലെ നായകനാണ് ഷാറുഖ് ഖാൻ. അപ്പം മികച്ച നടനായിട്ട് 2 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് ഷാറുഖ് ഖാനെയും, ജവാൻ എന്ന സിനിമയിൽ നിന്ന് ഷാറുഖ് ഖാനെയും, അതുപോലെ തന്നെ 12th ഫെയിൽ എന്ന സിനിമയിൽ നിന്ന് വിക്രാന്ത് മാസിയുമാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ മികച്ച നടി. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരാണ്? റാണി മുഖർജിയാണ്. പഴയൊരു നടിയാണ്. റാണി മുഖർജിയാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചിത്രം ഏതാണ്? മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയ്ക്കാണ് റാണി മുഖർജിക്ക് മികച്ച നടിയായിട്ടുള്ള പുരസ്കാരം ലഭിച്ചത്. കേട്ടോ, ഈ മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ കാണാതെ ആകുമ്പം ഒരു മാതാവ് നടത്തുന്ന പോരാട്ടത്തിൻ്റെയൊക്കെയാണ് ഈ ഒരു കഥ പറയുന്നത്. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറഞ്ഞ ചിത്രം. അപ്പോൾ അതിൻ്റെ നടി ആരാണ്? റാണി മുഖർജിയാണ്. കേട്ടോ, അപ്പോൾ നോട്ട് ചെയ്തോണം. മികച്ച നടി റാണി മുഖർജി. ചിത്രം ഏതാണ്? മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ ആണ്. കേട്ടോ, ക്ലിയർ ആണ്? അതുപോലെ തന്നെ മികച്ച സംവിധായകനാരാണ്? സുദീപ്തോ സെൻ ആണ്. കേട്ടോ, മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സുദീപ്തോ സെൻ ആണ്. കേട്ടോ, സുദീപ്തോ സെൻ ആണ്. കേട്ടോ, അതിന് ചിത്രം ഏതാണ്? ദ കേരള സ്റ്റോറിയാണ്. വളരെയധികം വിവാദമായിട്ടുള്ളൊരു ചിത്രമാണ് ദ കേരള സ്റ്റോറി എന്നൊക്കെ. സ്റ്റോറി വളരെയധികം മാധ്യമ പ്രാധാന്യമൊക്കെ വന്നുള്ളൊരു വിവാദമായിട്ടുള്ളൊരു ചലച്ചിത്രമാണ് ദ കേരള സ്റ്റോറിയൊക്കെ വരുന്നത്. അപ്പം അതൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കേട്ടോ, PSC. അപ്പം മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? സുദീപ്തോ സെൻ ആണ്. കേട്ടോ, സുദീപ്തോ സെൻ ആണ്. ചിത്രം ഏതാണ്? ദ കേരള സ്റ്റോറി. കേട്ടോ, അതുപോലെ തന്നെ മികച്ച ഛായാഗ്രഹണം ആരാണ്? പ്രസന്താനു മൊഹപാത്രയാണ്. കേട്ടോ, മികച്ച ഛായാഗ്രഹണം ആരാണ്? പ്രസന്താനു മൊഹപാത്രയാണ്. അതേതാണ്? ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ചിത്രത്തിനാണ്. ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് പ്രസന്താനു മൊഹപാത്രയ്ക്ക് മികച്ച ഛായാഗ്രഹണം ലഭിച്ചത്. ഞാൻ ഒന്നുകൂടെ പറയാം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? 12th ഫെയിൽ. സംവിധായകനാരാണ്? വിധു വിനോദ് ചോപ്ര. മികച്ച നടനായിട്ടുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് ഷാറുഖ് ഖാൻ, ചിത്രം ജവാൻ. രണ്ടാമത്തെ ആരാണ്? വിക്രാന്ത് മാസി, ചിത്രം 12th ഫെയിൽ. മികച്ച നടി ആരാണ്? റാണി മുഖർജി, മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചലച്ചിത്രത്തിനാണ്. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ, ദ കേരള സ്റ്റോറി. മികച്ച ഛായാഗ്രഹണം ആരാണ്? പ്രസന്താനു മൊഹപാത്ര. ചിത്രം ഏതാണ്? ദ കേരള സ്റ്റോറി. കേട്ടോ, അപ്പോൾ അത്രയും നോട്ട് ചെയ്തോണേ. അടുത്ത് നമുക്ക് പോവാം. മികച്ച സഹനടി. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നമ്മുടെ സ്വന്തം ഉർവശിക്കാണ് ലഭിച്ചത്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ മലയാള ചിത്രത്തിനാണ്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ മലയാള ചലച്ചിത്രത്തിനാണ് മികച്ച സഹനടിക്ക് പുരസ്കാരം ലഭിച്ചത്. കേട്ടോ, അപ്പോൾ നമുക്കറിയാം മികച്ച സഹനടനുള്ള പുരസ്കാരം നമ്മുടെ മലയാളത്തിലെ ഉർവശിക്കും വിജയരാഘവനുമാണ് ലഭിച്ചിട്ടുള്ളത്. അതൊന്നും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണേ. അപ്പം മികച്ച സഹനടിക്കുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഉർവശിയെ കൂടാതെ ആർക്കാണ് ലഭിച്ചതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരാണ്? ജാനകി ബോഡിവാല വശ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ്. കേട്ടോ, ജാനകി ബോഡിവാല വശ് എന്ന് പറഞ്ഞൊരു ഗുജറാത്തി ചലച്ചിത്രത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. കേട്ടോ, അപ്പോൾ നോട്ട് ചെയ്തോണം. മികച്ച സഹനടിക്കുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് നമ്മുടെ മലയാളത്തിലെ ഉർവശിക്കും. ചിത്രം ഏതാണ്? ഉള്ളൊഴുക്ക്. അതുപോലെ തന്നെ ഉർവശിയെ കൂടാതെ തന്നെ ജാനകി ബോഡിവാല ചിത്രം ഏതാണ്? വശ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ്. അതുപോലെ തന്നെ മികച്ച സഹനടനുള്ള പുരസ്കാരം നമ്മുടെ സ്വന്തം വിജയരാഘവനാണ് ലഭിച്ചിട്ടുള്ളത്. കേട്ടോ, വിജയരാഘവനാണ് ലഭിച്ചിട്ടുള്ള മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. ചിത്രം ഏതാണ്? പൂക്കാലം എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് വിജയരാഘവന് സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, മികച്ച 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ
മികച്ച സഹനടനായി അവാർഡ് ലഭിച്ച വിജയരാഘവനെ കൂടാതെ ആർക്കാണ് അവാർഡ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം MS ഭാസ്കർക്കാണ് കേട്ടോ. MS ഭാസ്കർക്കാണ്. ചിത്രം ഏതാണ്? പാർക്കിംഗ് ആണ്. ഒരു തമിഴ് ചലച്ചിത്രമാണ് ഈ പാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്തൊന്ന് പഠിച്ചു പോണേ. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഉർവശി ചിത്രം ഉള്ളൊഴുക്ക്, രണ്ടാമത്തെ ആരാണ്? ജാനകി ബോഡിവാല, ചിത്രം ഏതാണ്? വശ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ്. മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവൻ, ചിത്രം ഏതാണ്? പൂക്കാലം. അതുപോലെ തന്നെ വേറെ മറ്റൊരാൾക്കൂടെ ലഭിച്ചു. ആർക്കാണ്? രണ്ടാമത്തെ ആർക്കാണ് ലഭിച്ചത്? MS ഭാസ്കർ, ചിത്രം ഏതാണ്? പാർക്കിംഗ്. ക്ലിയർ ആണേ? അതുപോലെ തന്നെ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത ഏത് ചിത്രത്തിനാണ്? ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ചിത്രമാണ് മികച്ച മലയാള ചലച്ചിത്രം. അത് ഡയറക്ടർ ആരാണ്? സംവിധായകൻ ആരാണ്? ക്രിസ്റ്റോ ടോമിയാണ്. നോട്ട് ചെയ്തോണേ. മികച്ച മലയാള ചിത്രം ഏതാണ്? ഉള്ളൊഴുക്ക്. സംവിധായകനാരാണ്? ക്രിസ്റ്റോ ടോമിയാണ്. മികച്ച എഡിറ്റിംഗ് മലയാളിക്കാണ് ലഭിച്ചത് മിഥുൻ മുരളിയാണ്. പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് മിഥുൻ മുരളിക്ക് മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മലയാളികളായതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മികച്ച മലയാള ചലച്ചിത്രം ഏതാണ്? ഉള്ളൊഴുക്ക്. സംവിധായകനാരാണ്? ക്രിസ്റ്റോ ടോമി. നോട്ട് ചെയ്തോണേ. മികച്ച എഡിറ്റിംഗ് ആർക്കാണ് ലഭിച്ചത്? മിഥുൻ മുരളി. ചിത്രം ഏതാണ്? പൂക്കാലം. മികച്ച എഡിറ്റിംഗ് ആർക്കാണ്? മലയാളിയായ മിഥുൻ മുരളിക്കാണ്. ചിത്രം ഏതാണ്? പൂക്കാലം. ക്ലിയർ ആണേ? ഇനി അടുത്ത് നോക്കാം. മികച്ച ഗായിക ആരാണ്? ശില്പ റാവു കേട്ടോ. ശില്പ റാവു. ജവാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. നമ്മുടെ ഷാറുഖ് ഖാൻ അഭിനയിച്ച ജവാൻ എന്ന് പറഞ്ഞ സിനിമയിലൊരു ഗാനത്തിനാണ് ശില്പ റാവുവിന് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മികച്ച ഗായിക ശില്പ റാവു, ചിത്രം ജവാൻ. മികച്ച ഗായകൻ PVNS രോഹിത്താണ്. ബേബി എന്ന് പറഞ്ഞ ചിത്രത്തിനാണ്. ബേബി കേട്ടോ. നോട്ട് ചെയ്തോണേ. മികച്ച ഗായകനായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? PVNS രോഹിത്തിനെയാണ്. ചിത്രം ബേബിയാണ്. മികച്ച സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാറാണ്. ചിത്രം വാത്തിയാണ് കേട്ടോ. വാത്തി ഒരു തമിഴാണ്. അപ്പോൾ മികച്ച സംഗീത സംവിധായകനായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? GV പ്രകാശ് കുമാർ. ചിത്രം വാത്തിയാണ്. മികച്ച പശ്ചാത്തല സംഗീതം ഹർഷവർദ്ധൻ രമേശ്വറാണ്. ചിത്രം ആനിമലാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. മികച്ച പശ്ചാത്തല സംഗീതം ആർക്കാണ് ലഭിച്ചത്? ഹർഷവർദ്ധൻ രാമേശ്വർ. ചിത്രം ആനിമലാണ്. മികച്ച ഗാനരചന കസർല ശ്യാമാണ് മികച്ച ഗാനരചന ലഭിച്ചത് കേട്ടോ. അതുപോലെ തന്നെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ആണ്. ചിത്രം 2018 മലയാളിയാണ്. നോട്ട് ചെയ്തോണം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? മോഹൻദാസിനെയാണ്. ചിത്രം ഏതാണ്? 2018. മികച്ച തിരക്കഥ 2 പേർക്കാണ് അവാർഡ് ലഭിച്ചത്. ഒന്നാമത്തെ ആൾ സായി രാജ് നീലം. ചിത്രം ഏതാണ്? ബേബി. തെലുങ്ക് ചിത്രമാണ്. അതുപോലെ തന്നെ രാംകുമാർ ബാലകൃഷ്ണൻ. ചിത്രം ഏതാണ്? പാർക്കിംഗ്. അതൊരു തമിഴ് ചിത്രമാണ് കേട്ടോ. അപ്പോൾ ഒന്നും നമുക്ക് നോട്ട് ചെയ്ത് പോവാം. മികച്ച ഗായിക ആരാണ്? ശില്പ റാവു. ചിത്രം ജവാൻ. മികച്ച ഗായകൻ PVNS രോഹിത്. ചിത്രം ബേബി. മികച്ച സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാർ. ചിത്രം വാത്തി. മികച്ച പശ്ചാത്തല സംഗീതം ഹർഷവർദ്ധൻ രാമേശ്വർ. ചിത്രം ഏതാണ്? ആനിമലാണ്. മികച്ച ഗാനരചന കസർല ശ്യാമാണ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്. മലയാളിയായ മോഹൻദാസ്. ചിത്രം ഏതാണ്? 2018. മികച്ച തിരക്കഥ 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് സായി രാജ് നീലം. ചിത്രം ഏതാണ്? തെലുങ്ക് ചിത്രമായ ബേബിക്ക്. അതുപോലെ തന്നെ രാംകുമാർ ബാലകൃഷ്ണൻ തമിഴ് ചിത്രമായ പാർക്കിങ്ങിനുമാണ്. അപ്പോൾ നോട്ട് ചെയ്തോണേ. ഇനി നമുക്ക് അടുത്തത് മികച്ച തെലുങ്ക് ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത ഏത് ചിത്രമാണ്? ഭഗവന്ത് കേസരി. നമ്മുടെ ബാലയ്യയുടെ സിനിമയാണ്. തെലുങ്ക് താരമായ ബാലയ്യയുടെ സിനിമയാണ് ഭഗവന്ത് കേസരി കേട്ടോ. അപ്പം മികച്ച തെലുങ്ക് ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഏത് ചിത്രത്തെയാണ്? ഭഗവന്ത് കേസരിയാണ്. മികച്ച തമിഴ് ചിത്രം പാർക്കിംഗ് ആണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. മികച്ച തെലുങ്ക് ചിത്രം ഭഗവന്ത് കേസരി. മികച്ച തമിഴ് ചിത്രം പാർക്കിംഗ്. മികച്ച ഹിന്ദി ചിത്രം ജാക്ക് ഫ്രൂട്ട് ഹിസ്റ്ററിയാണ്. മികച്ച ഹിന്ദി ചിത്രം ഏതാണ്? ജാക്ക് ഫ്രൂട്ട് ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ മികച്ച കന്നഡ ചിത്രം ദ റേ ഓഫ് ഹോപ്പ് ആണ്. അപ്പോൾ മികച്ച കന്നഡ ചിത്രം ഏതാണ്? ദ റേ ഓഫ് ഹോപ്പ് ആണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. അതുപോലെ തന്നെ മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫി നന്ദു പൃഥ്വി എന്ന 2 പേർക്കാണ്. ഹനുമാൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫി 2 പേർക്കാണ് ലഭിച്ചത്. നന്ദു പൃഥ്വി. ഈ 2 പേരും ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് അവർക്ക് 2 പേർക്കും അവാർഡ് ലഭിച്ചത്. മികച്ച നൃത്ത സംവിധാനം വൈഭവി മർച്ചൻ്റ് ആണ് കേട്ടോ. മികച്ച നൃത്ത സംവിധാനം ആർക്കാണ് ലഭിച്ചത്? വൈഭവി മർച്ചൻ്റ് ആണ്. ചിത്രം ഏതാണ്? റോക്കി ഓർ റാണി കി പ്രേം കഹാനി. മികച്ച നൃത്ത സംവിധാനം വൈഭവി മർച്ചൻ്റ്. ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി. മികച്ച കോസ്റ്റ്യൂം സച്ചിൻ ലാവ്ലേക്കർ, ദിവ്യ ഗംഭീർ, നിധി ഗംഭീർ കേട്ടോ. ചിത്രം ഏതാണ്? സാം ബഹദൂർ ആണ്. നോട്ട് ചെയ്തോണേ. മികച്ച കോസ്റ്റ്യൂം ആർക്കൊക്കെയാണ് ലഭിച്ചത്? 3 പേർക്കാണ് ലഭിച്ചത്. സച്ചിൻ ലാവ്ലേക്കർ, ദിവ്യ ഗംഭീർ, നിധി ഗംഭീർ ആണ്. ഏതാണ് ഇവർക്ക് 3 പേർക്കും ലഭിക്കാൻ കാരണം ഇടയായ ചിത്രം ഏതാണ്? സാം ബഹദൂർ. നോട്ട് ചെയ്തോണേ.
പ്രത്യേക ജൂറി പുരസ്കാരം ആർക്കാണ്? എം.ആർ. രാജകൃഷ്ണനാണ്. പ്രത്യേക ജൂറി പുരസ്കാരം എം.ആർ. രാജകൃഷ്ണനാണ്. ചിത്രം എന്താണ്? ആനിമൽ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ പ്രീ റെക്കോർഡിംഗ് മിക്സിനാണ് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പ്രത്യേക ജൂറി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? എം.ആർ. രാജകൃഷ്ണനാണ്. ചിത്രം ഏതാണ്? ആനിമലാണ്. ആനിമലിലെ പ്രീ റെക്കോർഡിംഗ് മിക്സിനാണ് ഇദ്ദേഹത്തിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത് കേട്ടോ. എം.ആർ. രാജകൃഷ്ണൻ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ അവാർഡുകൾ ഇത്രയും പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇനി വരുന്ന പരീക്ഷകൾക്ക് ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്യുക. അപ്പം ബാക്കിയുള്ള കൂട്ടുകാരിലൂടെ എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കറണ്ട് അഫയർ ക്ലാസ്സസ് എല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇടുന്നതാണ്. ഇനി മുതൽ കറണ്ട് അഫയർ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ കൂടെ ഇടുന്നതാണ്. അതുകൂടാതെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സും നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്.